السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുത്ബയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തോടൊപ്പം നിശബ്ദമായി മക്കയുടെ അടുത്തെത്തി താവളമടിച്ചതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. തിരുനബി 10,000 സ്ഥലങ്ങളിൽ തീ കത്തിക്കാനായി കൽപ്പിച്ചിരുന്നു. അബൂ സുഫിയാനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഇത് കണ്ടപ്പോൾ വല്ലാതെ പരിഭ്രാന്തരായി. ഇതിൻ്റെ ചില വിശദാംശങ്ങൾ നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ നൽകുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ വിശദാംശങ്ങൾ ഒരു സ്ഥലത്ത് ഇപ്രകാരം വിവരിക്കുന്നു. അബ്ബാസ് അബൂ സുഫിയാൻ്റെ പഴയ സുഹൃത്തായിരുന്നതിനാൽ അദ്ദേഹം അബൂ സുഫിയാനോട് തൻ്റെ കൂടെ വാഹനത്തിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരാകാൻ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ഒട്ടകപ്പുറത്ത് തൻ്റെ കൂടെ ഇരുത്തി ഒട്ടകത്തെ മുന്നോട്ട് നയിച്ചു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെത്തി. ഹദ്റത്ത് ഉമർ ഹദ്റത്ത് അബ്ബാസിനോടൊപ്പം കാവലിനായി നിയോഗിക്കപ്പെട്ടിരുന്നതിനാൽ അദ്ദേഹം അബൂ സുഫിയാനെ വധിക്കുമോ എന്ന് ഹദ്റത്ത് അബ്ബാസ് ഭയപ്പെട്ടു. എന്നാൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ കൽപ്പിച്ചിരുന്നു, അബൂ സുഫിയാനെ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തെ വധിക്കരുത് എന്ന്. ഈ കാഴ്ചകളെല്ലാം അബൂ സുഫിയാൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ അനുയായിയോടൊപ്പം മക്കയിൽ നിന്നും പുറത്തു പോകാൻ നിർബന്ധിതരാക്കിയെങ്കിലും ഇന്ന് വെറും 7 വർഷം പിന്നിട്ടപ്പോൾ തിരുനബി 10,000 പുണ്യവാന്മാരുമായി ഒരു ദ്രോഹവും അതിക്രമവും കൂടാതെ മക്കയെ നിയമപരമായി കീഴ്പ്പെടുത്തിയിരിക്കുന്നുവെന്നും മക്കക്കാർക്ക് അതിനെ നേരിടാൻ ശേഷിയില്ലെന്നും അബൂ സുഫിയാൻ കണ്ടു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെത്തുന്നതുവരെ ഈ ചിന്തകൾ കാരണവും ഭയം നിമിത്തവും അബൂ സുഫിയാൻ വിസ്മയഭരിതനായി പോയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഹദ്റത്ത് അബ്ബാസിനോട് അബൂ സുഫിയാനെ കൂടെ കൊണ്ടുപോയി രാത്രി താങ്കളുടെ കൂടെ താമസിപ്പിക്കുവാനും രാവിലെ എൻ്റെ അടുക്കൽ കൊണ്ടുവരാനും കൽപ്പിച്ചു. അങ്ങനെ അബൂ സുഫിയാൻ രാത്രി ഹദ്റത്ത് അബ്ബാസിനോടൊപ്പം താമസിച്ചു. രാവിലെ അദ്ദേഹത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ സുബഹി നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു. മക്കക്കാർക്ക് രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനെ കുറിച്ച് അറിവില്ലായിരുന്നു. വെള്ളം നിറച്ച പാത്രങ്ങളുമായി മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അബൂ സുഫിയാൻ കണ്ടു. ചിലർ വുളു എടുക്കുന്നതും ചിലർ സഫായി നിൽക്കുന്നതും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അപ്പോൾ ഒരുപക്ഷെ
എനിക്കായി എന്തെങ്കിലും പുതിയ ശിക്ഷ വിധിച്ചിട്ടുണ്ടോ എന്ന് അബൂ സുഫിയാൻ കരുതി. അങ്ങനെ അദ്ദേഹം പരിഭ്രാന്തനായി ഹദ്റത്ത് അബ്ബാസിനോട് ഈ ആളുകൾ രാവിലെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഹദ്റത്ത് അബ്ബാസ് പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ടതില്ല, ഈ ആളുകൾ നമസ്കരിക്കാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷം അബൂ സുഫിയാൻ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിൽ നിൽക്കുന്നതും അവിടുന്ന് റുക്കൂ ചെയ്യുമ്പോൾ എല്ലാവരും റുക്കൂ ചെയ്യുന്നതും തിരുനബി സുജൂദ് ചെയ്യുമ്പോൾ എല്ലാവരും സുജൂദ് ചെയ്യുന്നതും കണ്ടു. ഹദ്റത്ത് അബ്ബാസ് ഡ്യൂട്ടിയിൽ ആയതിനാൽ ജമാഅത്തായ നമസ്കാരത്തിൽ പങ്കുചേർന്നിരുന്നില്ല. അപ്പോൾ അബൂ സുഫിയാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഈ ആളുകളും ചെയ്യുന്നതായി ഞാൻ കാണുന്നത്. അബ്ബാസ് പറഞ്ഞു, താങ്കൾ എന്തെല്ലാമാണ് ചിന്തിക്കുന്നത്? ഇത് നമസ്കാരം നിർവഹിക്കുകയാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒഴിവാക്കാൻ കൽപ്പിച്ചാൽ ഈ ആളുകൾ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കും. അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ കിസ്രയുടെ ദർബാറും സീസറിൻ്റെ ദർബാറും കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ ജനത അവരുടെ നേതാക്കന്മാരെ ഇത്രയധികം അനുസരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാഅത്ത് അദ്ദേഹത്തെ എത്രത്തോളം അനുസരിക്കുന്നുവോ അത്രത്തോളം മറ്റാരും അനുസരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തൻ്റെ സ്വന്തം ജനത്തിന് മാപ്പ് കൊടുക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിക്കുകയില്ലേ എന്ന് ഹദ്റത്ത് അബ്ബാസ് അബൂ സുഫിയാനോട് ചോദിച്ചു. സുബഹി നമസ്കാരം കഴിഞ്ഞ ശേഷം ഹദ്റത്ത് അബ്ബാസ് അബൂ സുഫിയാനെ തിരുസന്നിധിയിലേക്ക് ആനയിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനോട് ചോദിച്ചു, അബൂ സുഫിയാൻ, അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ലെന്ന് താങ്കൾക്ക് ഇനിയും ബോധ്യമായില്ലേ? എൻ്റെ മാതാപിതാക്കൾ അങ്ങക്ക് തണ്ടമായിരിക്കട്ടെ. അബൂ സുഫിയാൻ പറഞ്ഞു, അങ്ങ് എന്നും അങ്ങയുടെ ബന്ധുക്കളോടും ആർദ്രതയും അലിവും കാണിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് പുറമെ ആരാധ്യനായി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേക്കെതിരിൽ ഞങ്ങൾക്ക് സഹായം കിട്ടിയേനെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനോട് ചോദിച്ചു, അബൂ സുഫിയാൻ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യം വന്നില്ലേ? അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ബലിയായിരിക്കട്ടെ, ഇക്കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. എന്നാൽ അബൂ സുഫിയാൻ സംശയിച്ചു നിന്നപ്പോഴും അദ്ദേഹത്തോടൊപ്പം മുസ്ലിം സൈന്യത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് മക്കയിൽ നിന്നും പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ 2 കൂട്ടാളികളിൽ ഒരാളായ ഹക്കീം ബിൻ ഹിസാം മുസ്ലിമായി. അതിനുശേഷം അബൂ സുഫിയാനും ഇസ്ലാം സ്വീകരിച്ചു. എങ്കിലും മക്ക വിജയം വരെയും അബൂ സുഫിയാൻ അന്തര വിശ്വസിച്ചിരുന്നില്ലെന്നാണ് തോന്നുന്നത്. വിശ്വാസം സ്വീകരിച്ച ശേഷം ഹക്കീം ബിൻ ഹിസാം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ഈ സൈന്യത്തെ താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആളുകൾ അതിക്രമം കാണിച്ചു, ഈ ആളുകൾ പാപം ചെയ്തു. നിങ്ങൾ ഹുദൈബിയയിൽ വെച്ച് ഉണ്ടാക്കിയ ഉടമ്പടി ലംഘിച്ചു. ഖുസാ ഗോത്രത്തിനെതിരെ അതിക്രൂരമായ യുദ്ധം ചെയ്തു. ദൈവം സമാധാനം നൽകിയ ഈ വിശുദ്ധ സ്ഥലത്ത് യുദ്ധം ചെയ്തു. ഹക്കീം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ ജനത അങ്ങനെ ചെയ്തത് ശരിയാണ്. പക്ഷേ മക്കയെ ആക്രമിക്കുന്നതിന് പകരം താങ്കൾ ഹവാസിൻ ഗോത്രത്തെ ആക്രമിക്കുകയായിരുന്നില്ലേ വേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഗോത്രവും അതിക്രമികളാണ്. പക്ഷേ മക്കയുടെ വിജയം, ഇസ്ലാമിൻ്റെ ആധിപത്യം, ഹവാസിൻ ഗോത്രത്തിൻ്റെ പരാജയം എന്നിവയെല്ലാം എൻ്റെ കൈകളിലൂടെ ദൈവം പൂർത്തീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടർന്ന് അബൂ സുഫിയാൻ ചോദിച്ചു, മക്കക്കാർ വാൾ ഊരുന്നില്ലെങ്കിൽ അവർക്ക് രക്ഷയുണ്ടാകുമോ? തീർച്ചയായും വീട്ടിലിരിക്കുന്നവർക്കെല്ലാം സുരക്ഷിതരായിരിക്കും. തിരുനബി മറുപടി പറഞ്ഞു. അബ്ബാസ് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, അബൂ സുഫിയാന് സ്വന്തം കാര്യത്തിൽ വലിയ ഉത്കണ്ഠയുണ്ട്. മക്കക്കാരുടെ ഇടയിൽ തനിക്കുള്ള സ്ഥാനവും പദവിയും നിലനിർത്തപ്പെടുമോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. തിരുദൂതർ പറഞ്ഞു, കൊള്ളാം,
അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടുന്നവരെല്ലാം രക്ഷയിലായിരിക്കുന്നതാണ്. വിശുദ്ധ കഅബയിൽ പ്രവേശിക്കുന്നവരും രക്ഷയിലായിരിക്കും. ആരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങുവോ അവരും രക്ഷയിലായിരിക്കും. വാതിലടച്ച് വീട്ടിലിരിക്കുന്നവരും രക്ഷയിലായിരിക്കും. ആരെല്ലാം ഹക്കീമിന് ഹിസാമിൻ്റെ വീട്ടിൽ താമസിക്കുന്നവോ അവരും രക്ഷയിലായിരിക്കും. ഈ വിശദാംശങ്ങളെല്ലാം തഫ്സീറുൽ ഖുർആനിൻ്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂ സുഫിയാൻ വളരെ ദുർബല ഹൃദയനും കുറഞ്ഞ വിവേകമുള്ളവനുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഇത് മനുഷ്യകരങ്ങളുടെ സൃഷ്ടിയല്ലെന്ന് നിനക്ക് ഇതുവരെ അറിഞ്ഞുകൂടെ? അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, അതെ, താങ്കളുടെ ദൈവം സത്യവാനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ വിഗ്രഹങ്ങളിൽ എന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കുമായിരുന്നു. എൻ്റെ പ്രവാചകത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ സംശയം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന് തൗഹീദ്, ഏകദൈവ വിശ്വാസം മനസ്സിലായി, പക്ഷേ പ്രവാചകത്വം മനസ്സിലായില്ല. ചില ആളുകൾക്ക് വിവേകം കുറവായിരിക്കും. തൗഹീദിന് തെളിവായിരുന്നത് പ്രവാചകത്വത്തിനും തെളിവായിരുന്നു. പക്ഷേ അബൂ സുഫിയാൻ അതിനെ വേർതിരിച്ചു കണ്ടു. അദ്ദേഹം തൗഹീദിനെയും പ്രവാചകത്വത്തെയും വെവ്വേറെയായി മനസ്സിലാക്കി. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എല്ലാ മനുഷ്യരും ഒരേ തരത്തിലുള്ളവരല്ല. അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള ചിലർ ഒന്നാം സ്ഥാനത്തുള്ളവരാണ്, ചിലർ ഇടത്തരം സ്ഥാനത്തും മറ്റു ചിലർ അവസാന സ്ഥാനത്തും ഉള്ളവരാണ്. ഇബ്നു ഉഖ്ബ പറയുന്നു, അബൂ സുഫിയാനും അഖീബിന് ഹിസാമും തിരിച്ചു പോകുമ്പോൾ ഹദ്റത്ത് അബ്ബാസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അബൂ സുഫിയാൻ്റെ ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട്. ഇസ്ലാം മനസ്സിലാക്കുന്നത് വരെയും താങ്കളോടൊപ്പം അള്ളാഹുവിൻ്റെ സൈന്യങ്ങളെ കാണുന്നത് വരെയും അദ്ദേഹത്തെ തിരികെ വിളിക്കണമെന്ന് ഹദ്റത്ത് അബ്ബാസ് ആവശ്യപ്പെട്ടു. ഇബ്നു അബി ഷൈബ നിവേദനം ചെയ്യുന്നു, അബൂ സുഫിയാൻ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് അബൂബക്കർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അബൂ സുഫിയാനെക്കുറിച്ച് താങ്കൾ കൽപ്പിച്ചാൽ അദ്ദേഹത്തെ വഴിയിൽ തടയാമായിരുന്നു. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, അബൂ സുഫിയാൻ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബ്ബാസിനോട് പറഞ്ഞു, അബൂ സുഫിയാനെ താഴ്വരയുടെ ഭാഗത്ത് തടയുക. അങ്ങനെ ഹദ്റത്ത് അബ്ബാസ് പോയി അബൂ സുഫിയാനെ തടഞ്ഞു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ബനു ഹാഷിമെ, നിങ്ങൾ വഞ്ചിക്കുകയാണോ? ഹദ്റത്ത് അബ്ബാസ് പറഞ്ഞു, പ്രവാചക കുടുംബം വഞ്ചിക്കില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഉള്ളത്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും വഞ്ചകന്മാരല്ല. എന്നാൽ താങ്കൾ രാവിലെ വരെ കാത്തിരിക്കുക. അള്ളാഹുവിൻ്റെ സൈന്യത്തെയും അവിടുന്ന് മുശ്രിക്കുകൾക്കായി ഒരുക്കിയിട്ടുള്ളതിനെയും താങ്കൾ നേരിൽ കാണണം. അങ്ങനെ ഹദ്റത്ത് അബ്ബാസ് അബൂ സുഫിയാനെ ആ താഴ്വരയിൽ രാവിലെ വരെ തടഞ്ഞുവച്ചു. വിവിധ ഗോത്രങ്ങൾ ഓരോരോ സംഘങ്ങളായി അബൂ സുഫിയാൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു സംഘം കടന്നുപോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, അബ്ബാസ്, ഇതാരാണ്? അദ്ദേഹം പറഞ്ഞു, ഇത് ഗഫാർ ഗോത്രമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എനിക്ക് ഗഫാറുമായി എന്ത് ബന്ധം? പിന്നീട് ജുഹൈന ഗോത്രം കടന്നുപോയപ്പോഴും അദ്ദേഹം അതേപോലെ ചോദിച്ചു. പിന്നീട് സഅദ് ഇബ്നു ഹുസൈം കടന്നുപോയപ്പോഴും അദ്ദേഹത്തിന് അവരുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചു. പിന്നീട് സുലൈം ഗോത്രം കടന്നുപോയപ്പോഴും അദ്ദേഹം വീണ്ടും അതേപോലെ ചോദിച്ചു. ഒടുവിൽ അദ്ദേഹം ഇതുവരെ കാണാത്ത ഒരു സംഘം വന്നു. അദ്ദേഹം ചോദിച്ചു, ഇതാരാണ്? ഹദ്റത്ത് അബ്ബാസ് പറഞ്ഞു, ഇവരാണ് അൻസാറുകൾ. അവരുടെ നേതാവ് സഅദ് ഇബ്നു ഉബാദയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പതാകയുള്ളത്. ഹദ്റത്ത് സഅദ് ഇബ്നു ഉബാദ ആവേശത്തോടെ പറഞ്ഞു, അബൂ സുഫിയാൻ, ഇന്നത്തെ ദിവസം പോരാട്ടത്തിൻ്റെ ദിവസമാണ്. ഇന്ന് കഅബയുടെ പവിത്രത നിലനിർത്തപ്പെടുകയില്ല. ഇത് കേട്ടപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, അബ്ബാസ്, ഈ നാശത്തിൻ്റെ ദിവസം എത്ര നല്ലതായിരിക്കും. ഒരു ഏറ്റുമുട്ടലിന് അവസരം ലഭിച്ചിരുന്നെങ്കിൽ. അവർ പറയുന്നു, പോരാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് നന്നായേനെ. ഇപ്പോൾ ഞങ്ങൾക്ക് പോരാടാൻ പോലും കഴിയില്ല. പിന്നീടൊരു സംഘം വന്നു. അത് എല്ലാ സംഘത്തെക്കാളും ചെറുതായിരുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബാക്കളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ഹദ്റത്ത് സുബൈർ ബിൻ അവ്വാബിൻ്റെ കയ്യിലായിരുന്നു.
മറ്റൊരു നിവേദനത്തിൽ ഇത് ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ്റെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ താങ്കളുടെ ജനതയെ കൂട്ടക്കൊല ചെയ്യാൻ കൽപ്പിച്ചിരിക്കുകയാണോ? സഅദ് ബിൻ ഉബാദ എന്താണ് പറഞ്ഞതെന്ന് താങ്കൾക്കറിയില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം എന്താണ് പറഞ്ഞത്? അബൂ സുഫിയാൻ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, താങ്കളുടെ ജനതയെക്കുറിച്ച് അള്ളാഹുവിനെ ഓർത്ത് ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു, താങ്കൾ എല്ലാ ആളുകളെക്കാളും കൂടുതൽ ഭക്തനും കുടുംബബന്ധം പുലർത്തുന്നവനും കരുണയുള്ളവനുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് തെറ്റാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം കരുണയുടെ ദിവസമാണ്. ഇന്ന് അള്ളാഹു കഅബക്ക് മഹത്വം നൽകും. അള്ളാഹു ഖുറൈശികൾക്ക് യഥാർത്ഥമായ ഇസ്സത്ത്, അന്തസ്സ് നൽകും. ഇബ്നു ഇസ്ഹാഖ് രേഖപ്പെടുത്തിയിരിക്കുന്നു, സഅദ് പറഞ്ഞത് മുഹാജിറുകളിൽ ഒരാൾ കേട്ടു. ഇബ്നു ഹിഷാം ഈ സംഭവം വിവരിക്കുന്നത് ഹദ്റത്ത് ഉമർ കേട്ടു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ സുരക്ഷിതരല്ല. ഒരുപക്ഷെ സഅദ് ഖുറൈശികളെ ആക്രമിച്ചേക്കാം. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഇത് പറഞ്ഞത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഹദ്റത്ത് ഉസ്മാനും ആയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിൻ്റെ അടുത്തേക്ക് ദൂതനെ അയച്ച് അദ്ദേഹത്തിൽ നിന്നും പതാക വാങ്ങി അദ്ദേഹത്തിൻ്റെ മകൻ ഖൈസിന് നൽകി. ഇതിൻ്റെ വിശദാംശങ്ങൾ ചരിത്രഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദ് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അബൂ സുഫിയാൻ്റെ മുന്നിലൂടെ ഈ സൈന്യം കടന്നു പോകുമ്പോൾ അൻസാറുകളുടെ കമാൻഡറായ സഅദ് ബിൻ ഉബാദ അബൂ സുഫിയാനെ നോക്കി പറഞ്ഞു, ഇന്ന് അള്ളാഹു നമുക്ക് മക്കയിൽ വാളിൻ്റെ ശക്തിയാൽ പ്രവേശിക്കുന്നത് അനുവദനീയമാക്കിയിരിക്കുന്നു. ഇന്ന് ഖുറൈശി ഗോത്രം നിന്ദിക്കപ്പെടും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ്റെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ താങ്കളുടെ ജനതയെ വധിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ അൻസാറുകളുടെ നേതാവും സഅദും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അവർ ഉച്ചത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇന്ന് യുദ്ധം നടക്കും. മക്കയുടെ പവിത്രത ഇന്ന് ഞങ്ങളെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കില്ല. ഖുറൈശികളെ നിന്ദിച്ചു വിടും. യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ലോകത്തിൽ ഏറ്റവും നല്ലവനും ഏറ്റവും കരുണയുള്ളവനും ഏറ്റവും കുടുംബബന്ധം പുലർത്തുന്നവനുമായ വ്യക്തിയാണ്. താങ്കൾ ഇന്ന് താങ്കളുടെ ജനതയുടെ അതിക്രമങ്ങൾ മറക്കില്ലേ? അബൂ സുഫിയാൻ്റെ ഈ പരാതിയും അപേക്ഷയും കേട്ടപ്പോൾ മക്കയുടെ തെരുവുകളിൽ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്ത മുഹാജിറുകൾ പോലും വേദനിച്ചു. അവരുടെ ഹൃദയങ്ങളിലും മക്കയിലെ ആളുകളോട് ദയ തോന്നി. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻസാറുകൾ മക്കക്കാരുടെ അതിക്രമങ്ങളെക്കുറിച്ച് കേട്ട സംഭവങ്ങൾ കാരണം ഇന്ന് ഞങ്ങൾക്കറിയില്ല അവർ ഖുറൈശികളോട് എങ്ങനെ പെരുമാറുമെന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സുഫിയാൻ, സഅദ് തെറ്റാണ് പറഞ്ഞത്. ഇന്ന് കരുണയുടെ ദിവസമാണ്. ഇന്ന് അള്ളാഹു ഖുറൈശികൾക്കും കഅബാലയത്തിനും ഇസ്സത്ത് നൽകും, അന്തസ്സ് നൽകും. പിന്നീട് അവിടുന്ന് ഒരു വ്യക്തിയെ ഹദ്റത്ത് സഅദിൻ്റെ അടുത്തേക്ക് അയച്ചു പറഞ്ഞു, താങ്കളുടെ പതാക താങ്കളുടെ മകനായ ഖൈസിന് നൽകുക. അവൻ താങ്കൾക്ക് പകരം അൻസാറുകളുടെ സൈന്യത്തിൻ്റെ കമാൻഡറായിരിക്കും. ഇങ്ങനെ അവിടുന്ന് മക്കക്കാരുടെ മനസ്സ് സന്തോഷിപ്പിച്ചും അൻസാറുകളുടെ ഹൃദയത്തിന് വേദന ഏൽക്കാതെ സംരക്ഷിക്കുകയും ചെയ്തു. ഖൈസിനെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കാരണം ഖൈസ് വളരെ മാന്യനായ ഒരു യുവാവായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ആദരവിൻ്റെയും മാന്യതയുടെയും ഉദാഹരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നും ചിലർ വന്നില്ല. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം ചോദിച്ചു, എൻ്റെ പരിചയക്കാരായ ചിലർ എന്നെ സന്ദർശിക്കാൻ വരാത്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, താങ്കൾ വളരെ ദാനശീലനാണ്. താങ്കൾ എല്ലാവർക്കും അവരുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് കടം കൊടുക്കാറുണ്ട്. നഗരത്തിലെ ധാരാളം ആളുകൾ താങ്കൾക്ക് പണം നൽകാനുണ്ട്. ഒരുപക്ഷെ താങ്കൾക്ക് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യമുണ്ടായിരിക്കും. ഇവിടെ വന്നാൽ അവരിൽ നിന്ന് പണം ചോദിക്കുമോ എന്ന് ഭയന്നാണ് അവർ വരാത്തത്. അദ്ദേഹം പറഞ്ഞു, ഓഹോ, എൻ്റെ സുഹൃത്തുക്കൾ അനാവശ്യമായി വിഷമിച്ചു. ഖൈസിൽ നിന്നും ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് എൻ്റെ പേരിൽ നഗരത്തിൽ മുഴുവനും അറിയിക്കുക. ഇത് കേട്ടപ്പോൾ ധാരാളം ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാമെന്നും ജനബാഹുല്യം കാരണം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടികൾ പോലും ഒടിഞ്ഞുപോയി. ഇബ്നു അബീ ഷൈബ നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് അബ്ബാസ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞാൻ മക്കയിലെ ആളുകളുടെ അടുത്തേക്ക് പോയി അവരെ ക്ഷണിക്കാനും അവർക്ക് താങ്കളുടെ സുരക്ഷ നൽകുവാനും താങ്കൾ എനിക്ക് അനുവാദം നൽകുമോ? അങ്ങനെ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളുത്ത ഷഹബ എന്നറിയപ്പെടുന്ന കോവർ കഴുതയുടെ പുറത്ത് കയറി യാത്രയായി. അദ്ദേഹം മക്കയിൽ പ്രവേശിച്ച് പറഞ്ഞു, മക്കക്കാരെ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക, വിജയം ലഭിക്കുന്നതാണ്, മോക്ഷം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നേരിടാൻ ശേഷിയില്ലാത്തത്ര വലിയൊരു സൈന്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് വിവരിക്കുന്നു, സൈന്യം കടന്നുപോയപ്പോൾ ഹസ്രത്ത് അബ്ബാസ് അബൂ സുഫിയാനോട് പറഞ്ഞു, ഇത് നോക്കൂ. വിവരിച്ചതുപോലെ സൈന്യം മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു. ഹസ്രത്ത് അബ്ബാസ് അബൂ സുഫിയാനോട് പറഞ്ഞു, ഇപ്പോൾ താങ്കളുടെ വാഹനം വേഗത്തിൽ ഓടിച്ച് മക്കയിലെത്തുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം മക്കയിലെ ആളുകൾക്ക് ഈ രൂപത്തിൽ സുരക്ഷ നൽകിയിരിക്കുന്നുവെന്നും അവരെ അറിയിക്കുക. അപ്പോൾ അബു സുഫിയാൻ തൻ്റെ മനസ്സിൽ സന്തോഷിച്ചു, താൻ മക്കയിലെ ആളുകളുടെ രക്ഷയ്ക്കുള്ള വഴി കണ്ടെത്തിയല്ലോ എന്ന്. ഇസ്ലാമിൻ്റെ ആരംഭം മുതൽ മുസ്ലിങ്ങളോട് വെറുപ്പും വിദ്വേഷവും പുലർത്താൻ ആളുകളെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദ, അവർ കാഫിറായിരുന്നിട്ടും ധീരയായ ഒരു സ്ത്രീയായിരുന്നു. മുന്നോട്ട് വന്ന് തൻ്റെ ഭർത്താവിൻ്റെ താടിയിൽ പിടിച്ച് മക്കക്കാരോട് വിളിച്ചു പറയാൻ തുടങ്ങി, വരൂ, ഈ വൃദ്ധനായ വിഡ്ഢിയെ കൊല്ലുക. കാരണം നിങ്ങൾ പോയി നിങ്ങളുടെ ജീവനും നിങ്ങളുടെ നഗരത്തിൻ്റെ ബഹുമാനത്തിനു വേണ്ടി പോരാടി മരിക്കാൻ ഉപദേശിക്കുന്നതിന് പകരം ഇദ്ദേഹം നിങ്ങൾ സമാധാനം പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ഈ പ്രവൃത്തി കണ്ട് അബൂ സുഫിയാൻ പറഞ്ഞു, വിഡ്ഢി, ഇത് അത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയമല്ല. നീ പോയി നിൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കുക. അറബ് ദേശത്തുള്ള ആർക്കും നേരിടാൻ ശേഷിയില്ലാത്ത ഒരു സൈന്യത്തെ ഞാൻ കണ്ടുവന്നിരിക്കുന്നു. ഇസ്ലാമിക സൈന്യം മക്കയിൽ പ്രവേശിച്ച സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുഖാരിയിൽ ഹസ്രത്ത് ഉർവയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സുബൈറിനോട് മക്കയുടെ ഉയർന്ന ഭാഗമായ ഖദാ വഴി പ്രവേശിക്കാൻ കൽപ്പിച്ചു. അദ്ദേഹം തൻ്റെ പതാക ഹജൂനിൽ നാട്ടുകയും തിരുനബി വരുന്നതുവരെ സ്ഥലം വിട്ടുപോകാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഹജൂൻ എന്നത് തായ്വരയായ മുഹസബിൻ്റെ ഭാഗത്തുള്ളൊരു മലയാണ്. അത് ബൈത്തുള്ളായിൽ നിന്നും 1.5 മൈൽ അകലെയാണ്. ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദ് സൈന്യത്തിൻ്റെ വലതുവശത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ അസ്ലം, സുലൈം, ഗിഫാർ, മുസൈന, ജുഹൈന എന്നീ ഗോത്രങ്ങൾ ഉൾപ്പെട്ടിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മക്കയുടെ താഴ്ന്ന പ്രദേശത്തായ ലീത്ത് വഴി പ്രവേശിക്കാൻ കൽപ്പിച്ചു. അടുത്തുള്ള വീടുകളുടെ അടുത്ത് പതാക സ്ഥാപിക്കാനും അവിടുന്ന് കൽപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലാൾപ്പടയുടെ നേതൃത്വം ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന് ഏൽപ്പിച്ചു. തൻ്റെ നേതാക്കന്മാരോട് യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനും യുദ്ധം ചെയ്യരുതെന്നും അവിടുന്ന് കൽപ്പിച്ചിരുന്നു. അവരുമായി യുദ്ധം ചെയ്യുന്നവരുമായി മാത്രം പോരാടുക എന്നും കൽപ്പിച്ചിരുന്നു. ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു, സഫ്വാൻ, ഇക്രിമ, സുഹൈൽ എന്നിവർ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യാൻ ആളുകളെ വിളിച്ചു. അവർ ആളുകളെ മിനയുടെ വഴിയിലുള്ള മക്കയിലെ ഒരു പ്രസിദ്ധമായ മലയായ ഖന്തമയിൽ ഒരുമിച്ച് കൂട്ടി. ഖുറൈശികളും ബനൂ ബക്കറും ഹുസൈലും അവരുടെ അടുത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. അവർ ആയുധം ധരിച്ചിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ശക്തിയോടെ മക്കയിൽ പ്രവേശിക്കില്ലെന്ന് അവർ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു. ബനു ദീൽ, അതായത് ബനു ബക്കറിലെ ഒരാളായ ജുമാഷ് ബിൻ ഖൈസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെക്കുറിച്ച് കേട്ടപ്പോൾ തൻ്റെ ആയുധം ശരിയാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഒരുക്കം എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും വേണ്ടി. ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, ഇന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും മുന്നിൽ ഒന്നും പിടിച്ചു നിൽക്കുകയില്ല. അവർ ബുദ്ധിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ജുമാഷ് ബിൻ ഖൈസ് വളരെ അഹങ്കാരത്തോടും പരിഹാസത്തോടും കൂടി പറഞ്ഞു, അവരിൽ ഒരാളെ നിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു മുസ്ലിമിനെ അടിമയായി കൊണ്ടുവരും. നിനക്കൊരു സേവകൻ്റെ ആവശ്യമുണ്ടല്ലോ, ഞാൻ നിനക്കൊരു അടിമയെ കൊണ്ടുവരും. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് നാശം, അങ്ങനെ ചെയ്യരുത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പോരാടരുത്. അള്ളാഹുവാണ് സത്യം, നിൻ്റെ അഭിപ്രായം ശരിയല്ല. താങ്കൾ മുഹമ്മദിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ജുമാഷ് പറഞ്ഞു, നീ ഉടൻ തന്നെ കാണും. പിന്നീട് അദ്ദേഹം സഫ്വാനോടും ഇക്രിമയോടും
സുഹൈലിനോടുമൊപ്പം ഖന്തമയിലേക്ക് പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച വഴിയിലൂടെ ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് അവിടെ നിന്ന് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തെ പ്രവേശിക്കുന്നതിൽ നിന്നും തടയുകയും ആയുധങ്ങൾ ഉയർത്തിക്കാണിക്കുകയും അമ്പെയ്യുകയും ചെയ്ത ഒരു സംഘത്തെ അദ്ദേഹം കണ്ടു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ശക്തിയോടെ പ്രവേശിക്കാൻ കഴിയില്ല. ഹസ്രത്ത് ഖാലിദ് തൻ്റെ കൂട്ടാളികളെ വിളിച്ചു മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്തു. ബനൂ ബക്കറിലെ 20 ഹുസൈലിലെ 3-4 ആളുകളും കൊല്ലപ്പെട്ടു. ഇബ്നു ഇസാഖിൻ്റെ അഭിപ്രായത്തിൽ മുശ്രിക്കീങ്ങളിൽ 12-13 ആളുകൾ കൊല്ലപ്പെട്ടു. അവർക്ക് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അവരെല്ലായിടത്തും ചിതറിയോടി. ഒരു കൂട്ടം ആളുകൾ മലകളിലേക്കോടി. വലിയ അഹങ്കാരത്തോടെ തൻ്റെ ഭാര്യയ്ക്ക് മറുപടി നൽകിയിരുന്ന ജുമാഷ് ബിൻ ഖൈസ് അവിടെ നിന്ന് ഓടി വീട്ടിലെത്തി ഭാര്യയോട് വാതിലടക്കാൻ പറഞ്ഞു. ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, താങ്കളുടെ അവകാശവാദങ്ങൾ എവിടെ പോയി? താങ്കൾ ഇപ്പോൾ അടിമയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ക്ഷമാപണ സ്വരത്തിൽ മറുപടി പറയുകയും ചില കവിതകൾ ചൊല്ലിക്കേൾപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ആശയം ഇപ്രകാരമായിരുന്നു: സഫ്വാനും ഇക്രിമയും ഓടിപ്പോയപ്പോൾ ഖന്തമയിലെ യുദ്ധം നീ തന്നെ കണ്ടിരുന്നെങ്കിൽ വാളുകൾ അവരെ സ്വാഗതം ചെയ്തു. ഓരോ കൈത്തണ്ടയിലും തലയോടിലും വാളുകൾ വെട്ടിവീഴ്ത്തപ്പെടുകയായിരുന്നു. നിലവിളിയല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു. ഞങ്ങളുടെ പിന്നിൽ അവരുടെ അലർച്ചയും നെഞ്ചിൽ നിന്നുയരുന്ന കോപവും തിളച്ചുമറിയുന്നത് കേൾക്കാമായിരുന്നു. എന്നാൽ നീ നിൻ്റെ നാവ് കൊണ്ട് ഒരു ചെറിയ കുറ്റപ്പെടുത്തൽ വാക്ക് പോലും ഉച്ചരിക്കരുത്. ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹദ്രത്ത് ഖാലിദിൻ്റെ കുതിരപ്പടയാളികളിൽ നിന്ന് 2 പേർ കൊല്ലപ്പെട്ടു. ജുബൈഷ് ബിൻ അഷ്റും ഖുറസ് ബിൻ ജാബിറും ഫിഹ്രിയും ആയിരുന്നു അത്. മക്കയിലെ ആളുകൾക്കുള്ള സുരക്ഷാ പ്രഖ്യാപനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനും ഹക്കീം ബിൻ ഹിസാമിനും സുരക്ഷ നൽകുകയും മക്കയിൽ പോയി ആയുധം താഴെയിടുന്നവർ സുരക്ഷിതരായിരിക്കുമെന്നും സ്വന്തം വീട്ടിൽ പ്രവേശിക്കുന്നവർ രക്ഷ നേടുമെന്നും കഅബാലയത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിക്കുന്നവർ രക്ഷ നേടുമെന്നും അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർ രക്ഷ നേടുമെന്നും ഹക്കീം ബിൻ ഹിസാമിൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവരും രക്ഷ നേടുമെന്നും പ്രഖ്യാപിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. മക്കയിലെ ആളുകൾ സംരക്ഷണം നേടിക്കൊണ്ടിരുന്ന ഈ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിശ്വസ്തരായ സ്നേഹമുള്ള അനുയായികളെ മറന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മക്കയുടെ തെരുവുകളിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഓർത്തിട്ടുണ്ടായിരിക്കാം. കയറുകൊണ്ട് കെട്ടി കല്ലുകൾ നിറച്ച തെരുവുകളിൽ വലിച്ചേക്കപ്പെട്ടിരുന്ന ഹസ്രത്ത് ബിലാലും ഇന്ന് ഈ അജയ്യമായ സൈന്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും മനസ്സിലും അതിക്രമത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും വീണ്ടും ഓർമ്മയിൽ വന്നിട്ടുണ്ടാകാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികാരം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കണ്ടു. അവിടുന്ന് എത്ര മനോഹരമായ പ്രതികാരമാണ് ചെയ്തത്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് വിവരിക്കുന്നു. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഹബ്ഷി അടിമയുടെ സഹോദരനായി കണക്കാക്കിയിരുന്ന അബി റുവൈഹയെക്കുറിച്ച് പറഞ്ഞു. ഈ സമയത്ത് ഞങ്ങൾ അബി റുവൈഹക്ക് ഞങ്ങളുടെ പതാക നൽകുന്നു. അബി റുവൈഹയുടെ പതാകക്ക് കീഴിൽ വരുന്ന ഓരോ ആളും ഞങ്ങൾ അവരെ ഒന്നും ചെയ്യില്ല. ബിലാലിനോട് പോയി ഇപ്രകാരം പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചു: അബൂ റുവൈഹയുടെ പതാകക്ക് കീഴിൽ വരുന്ന ഏതൊരാൾക്കും സുരക്ഷ നൽകപ്പെടുന്നതാണ്. ഈ കൽപ്പനയിൽ എത്ര മനോഹരമായ യുക്തിയാണ് ഉണ്ടായിരുന്നത്. മക്കയിലെ ആളുകൾ ബിലാലിൻ്റെ കാലുകളിൽ കയറുകെട്ടി തെരുവിലൂടെ വലിച്ചേക്കുമായിരുന്നു. മക്കയുടെ തെരുവുകളും മക്കയുടെ മൈതാനങ്ങളും ബിലാലിന് സുരക്ഷയുടെ സ്ഥാനമായിരുന്നില്ല, മറിച്ച് ശിക്ഷയുടെയും അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും സ്ഥലമായിരുന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു, ബിലാലിൻ്റെ ഹൃദയം ഇന്ന് പ്രതികാരത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിയുന്നുണ്ടാകും. ഈ വിശ്വസ്തനായ അനുയായിയുടെ പ്രതികാരം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ നമ്മുടെ പ്രതികാരം ഇസ്ലാമിൻ്റെ മഹത്വത്തിന് അനുസൃതമായിരിക്കേണ്ടതും ആവശ്യമാണ്. അതിനാൽ തിരുനബി ബിലാലിൻ്റെ പ്രതികാരം അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ കഴുത്ത് വാളുകൊണ്ട് വെട്ടിക്കൊണ്ട് നിർവഹിച്ചില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കയ്യിൽ ഒരു വലിയ പതാക നൽകി അദ്ദേഹത്തെ അവിടെ നിർത്തുകയും എൻ്റെ സഹോദരൻ്റെ പതാകക്ക് കീഴിൽ വന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും സുരക്ഷ നൽകും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ബിലാലിനെ നിയോഗിക്കുകയും ചെയ്തു. എത്ര മനോഹരമായ പ്രതികാരം, എത്ര മഹത്തായ പ്രതികാരം! മക്കക്കാരെ, വരൂ, എൻ്റെ സഹോദരൻ്റെ പതാകക്ക് കീഴിൽ നിൽക്കൂ, നിങ്ങൾക്ക് സുരക്ഷ നൽകും എന്ന് ബിലാൽ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പ്രതികാര വികാരങ്ങളിൽ നിന്നും ശൂന്യമാകുന്നുണ്ടായിരിക്കും.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി നിർദ്ദേശിച്ച പ്രതികാരത്തേക്കാൾ ഗംഭീരവും മനോഹരവുമായ പ്രതികാരം എനിക്കിനി നിന്നും ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരിടത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഇപ്രകാരം വിവരിക്കുന്നു: ഈ സംഭവത്തിൽ ഏറ്റവും മഹത്തായ കാര്യം ബിലാലിൻ്റെ പതാകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിൻ്റെ പതാക ഉണ്ടാക്കുകയും അരുളുകയും ചെയ്യുന്നു. ബിലാലിൻ്റെ പതാകക്ക് കീഴിൽ നിൽക്കുന്ന ഏതൊരാൾക്കും, ഇവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പതാകയാണ് ഉദ്ദേശിക്കുന്നത്, അഭയം നൽകുന്നതാണ്. എന്നാൽ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നിട്ടും തിരുനബിയുടെ പേരിൽ ഒരു പതാകയും ഉയർത്തപ്പെട്ടില്ല. തിരുനബിക്ക് ശേഷം ത്യാഗം ചെയ്തത് ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പതാകയും ഉയർത്തപ്പെട്ടില്ല. പിന്നീട് മുസല്ലമായ നേതാവ് ഹദ്റത്ത് ഉമറായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പതാകയും ഉയർത്തപ്പെട്ടിട്ടില്ല. അതിനുശേഷം സ്വീകാര്യനായതും അവിടുത്തെ മരുമകനുമായിരുന്ന ഹദ്റത്ത് ഉസ്മാൻ ആയിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പതാകയും ഉയർത്തപ്പെട്ടിട്ടില്ല. പിന്നീട് അവിടുത്തെ സഹോദരനും മരുമകനുമായിരുന്ന ഹദ്റത്ത് അലി, അദ്ദേഹത്തിൻ്റെ പതാകയും ഉയർത്തപ്പെട്ടിട്ടില്ല. പിന്നീട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തത്: അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുസ്ലിം സമുദായത്തിൽ ഭിന്നതയുണ്ടാവില്ല, പക്ഷേ അബ്ദുറഹ്മാൻ്റെ പതാകയും ഉണ്ടാക്കപ്പെട്ടില്ല. പിന്നീട് അബ്ബാസ് തിരുനബിയുടെ പിതൃ സഹോദരനായിരുന്നിട്ടും ചില സമയങ്ങളിൽ അദ്ദേഹം അനാദരവ് കാണിച്ചാലും തിരുനബി കോപിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പതാകയും ഉണ്ടാക്കിയില്ല. പിന്നീട് എല്ലാ നേതാക്കന്മാരും പ്രധാന വ്യക്തികളും അവിടെ സന്നിഹിതരായിരുന്നു. ഒരു നേതാവിൻ്റെ മകനും പ്രശസ്തനുമായിരുന്ന ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് അവിടെ ഉണ്ടായിരുന്നു. ആമ്ർ ബിൻ ആസ് ഒരു നേതാവിൻ്റെ മകനായിരുന്നു. അതുപോലെ മറ്റു വലിയ നേതാക്കന്മാരുടെ പുത്രന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരിൽ ആരുടെയും പതാക ഉണ്ടാക്കിയിട്ടില്ല. പതാക ഉണ്ടാക്കപ്പെട്ടത് ബിലാലിൻ്റെ പേരിൽ മാത്രം. എന്ത് കാരണം കൊണ്ടായിരുന്നു അത്? അതിൻ്റെ കാരണം ഇതാണ്: കഅബാലയം കീഴടക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ ഹദ്റത്ത് അബൂബക്കർ കാണുകയായിരുന്നു. ആരെയാണ് കൊല്ലാൻ പോകുന്നത്? അവർ തൻ്റെ സഹോദരങ്ങളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു: അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കളുടെ സഹോദരങ്ങളെ കൊല്ലുകയാണ്. അദ്ദേഹം അതിക്രമങ്ങളെ മറന്നിരുന്നു. അവരെൻ്റെ സഹോദരങ്ങളാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് ഉമറും പറഞ്ഞിരുന്ന ഇപ്രകാരമായിരുന്നു: അള്ളാഹുവിൻ്റെ റസൂലെ, ഈ കാഫിറുകളെ കൊല്ലുക, എന്നാൽ അവിടുന്ന് അവർക്ക് മാപ്പ് നൽകാമെന്നപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിൽ കരുതിയിരിക്കാം, ഞങ്ങളുടെ സഹോദരന്മാർ രക്ഷപ്പെട്ടല്ലോ, നല്ല കാര്യം. ഉസ്മാനും അലിയും പറഞ്ഞിരിക്കാം, ഞങ്ങളുടെ സഹോദരന്മാർ രക്ഷപ്പെട്ടു, അവർ ഞങ്ങളോട് കഠിനമായി പെരുമാറിയാൽ എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവരെ മാപ്പ് ചെയ്യുമ്പോൾ കരുതിയിരിക്കാം, ഇവരിൽ എൻ്റെ പിതൃ സഹോദരനുണ്ട്, എൻ്റെ മരുമകനും ബന്ധുക്കളുമുണ്ട്. ഞാൻ അവരെ മാപ്പ് ചെയ്താൽ നല്ല കാര്യം. എൻ്റെ സ്വന്തം ബന്ധുക്കൾ രക്ഷപ്പെട്ടല്ലോ. ഒരാൾ മാത്രം ഉണ്ടായിരുന്നു മക്കയിൽ. ആർക്കും അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്നില്ല. മക്കയിൽ അദ്ദേഹത്തിന് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ല. മക്കയിൽ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദയനീയമായ അവസ്ഥയിൽ അബൂബക്കറിനോ അലിക്കോ ഉസ്മാനോ ഉമറിന് പോലും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇല്ലാത്തത്ര അതിക്രമം അദ്ദേഹത്തോട് കാണിച്ചു. ബിലാലിനെ നഗ്നനാക്കി ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി. നിങ്ങൾ നോക്കുക, മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഇവിടെ ചൂട് കുറവാണ്. പക്ഷേ ചൂടുള്ള രാജ്യങ്ങളിൽ നഗ്നപാതനായി നടക്കാൻ പോലും കഴിയില്ല. മെയ് മാസത്തിലും ജൂൺ മാസത്തിലും അവിടെയും ചൂടിൽ നഗ്നപാതനായി നടക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ നഗ്നനാക്കി ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി. പിന്നെ ആണി തറച്ച ചെരുപ്പുകൾ ധരിച്ച യുവാക്കൾ അദ്ദേഹത്തിന് നെഞ്ചിൽ നൃത്തം പറയുകയും ചെയ്തു: അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുണ്ടെന്ന് പറയുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളലാണെന്ന് പറയുക. ബിലാൽ തൻ്റെ ഹബ്ഷി ഭാഷയിൽ അവർക്ക് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം വീണ്ടും ഉത്തരം നൽകി: നിങ്ങൾ എന്നെ എത്രത്തോളം ദ്രോഹിച്ചാലും ദൈവം ഏകനാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കയാൽ എങ്ങനെ രണ്ടെന്ന് പറയും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തിൻ്റെ സത്യദൂതനാണെന്ന് എനിക്ക് അറിവ് ലഭിച്ചിരിക്കെ ഞാൻ എങ്ങനെ അദ്ദേഹത്തെ കള്ളനെന്ന് പറയും? അതിന് അവർ വീണ്ടും അടിക്കാൻ തുടങ്ങി. വേനൽക്കാലത്ത് മാസങ്ങളോളം അദ്ദേഹത്തിന് ഇതേ അവസ്ഥയായിരുന്നു. അതുപോലെ ശീതകാലത്ത് അവർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ കയറുകെട്ടി മക്കയിലെ കല്ലുവാകിയ തെരുവുകളിൽ വലിച്ചുവയ്ക്കും. അദ്ദേഹത്തിൻ്റെ ചർമ്മം മുറിവേറ്റ് രക്തം വരും.
അവർ വലിച്ചേച്ച് പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളനാണെന്ന് പറയുക, അല്ലാഹു അല്ലാതെ മറ്റു ആരാധന ഉണ്ടെന്ന് പറയുക. അപ്പോൾ അദ്ദേഹം പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോൾ 10,000 പേരടന്ന് ഇസ്ലാമിക സൈന്യം പ്രവേശിക്കുമെന്നപ്പോൾ ബിലാലിൻ്റെ മനസ്സിൽ ചിന്ത വന്നു കാണും, ഇന്ന് ഈ ചവിട്ടുകളുടെ പ്രതികാരം ചെയ്യുമോ, ഇന്ന് ഈ അടികളുടെ പ്രതിഫലം എനിക്ക് ലഭിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തപ്പോൾ അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർ രക്ഷിക്കപ്പെട്ടു, കഅബയാലയത്തിൽ പ്രവേശിക്കുന്നവർ രക്ഷിക്കപ്പെട്ടു, ആയുധം താഴെ ഇട്ടവർ രക്ഷിക്കപ്പെട്ടു, വീടിൻ്റെ വാതിലടച്ചവർ രക്ഷപ്പെട്ടു. അപ്പോൾ ബിലാലിൻ്റെ മനസ്സിൽ ചിന്ത വന്നിട്ടുണ്ടാകാം, ഇവർ തൻ്റെ എല്ലാ സഹോദരങ്ങളെയും മാപ്പ് ചെയ്യുകയാണല്ലോ, നല്ല കാര്യം, പക്ഷേ എൻ്റെ പ്രതികാരം ബാക്കിയുണ്ടല്ലോ. താൻ മാപ്പ് നൽകുന്നതിൽ ഒരാൾക്ക് മാത്രമേ ഇന്ന് വിഷമം ഉണ്ടാകൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അത് ബിലാലായിരുന്നു. കാരണം താൻ ആർക്കാണോ മാപ്പ് നൽകുന്നത് അവർക്ക് ബിലാലിനോടുള്ള ബന്ധം അവനെ വേദനിപ്പിച്ചവരേക്കാൾ വലുതല്ല. അദ്ദേഹത്തിന് നൽകിയ വേദന മറ്റൊരാൾക്കും നൽകിയിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അതിന് പ്രതികാരം ചെയ്യും, എൻ്റെ പ്രവാചകത്വത്തിൻ്റെ മഹത്വവും നിലനിർത്തുകയും ബിലാലിൻ്റെ ഹൃദയം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ഞാൻ പ്രതികാരം ചെയ്യും. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, ബിലാലിൻ്റെ പതാക ഉയർത്തുക. അദ്ദേഹത്തെ ബൂട്ട് കൊണ്ട് നെഞ്ചത്ത് ചവിട്ടിയിരുന്ന മക്കയിലെ നേതാക്കന്മാരോടും അദ്ദേഹത്തിൻ്റെ കാലിൽ കയറിട്ട് വലിച്ചേച്ചവരോടും ചുട്ടുപൊള്ളുന്ന മണലിൽ അദ്ദേഹത്തെ കിടത്തിയവരോടും പറയുക, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും ജീവൻ വേണമെങ്കിൽ ബിലാലിൻ്റെ പതാക കീഴെ വരിക. ലോകം സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ, മനുഷ്യന് ശക്തി ലഭിച്ച നാൾ മുതൽ, ഒരാൾ മറ്റൊരാളിൽ നിന്ന് തൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ തയ്യാറാവുകയും അവന് ശക്തി ലഭിക്കുകയും ചെയ്ത നാൾ മുതൽ ഇതുപോലൊരു മഹത്തായ പ്രതികാരം ഒരു മനുഷ്യനും ചെയ്തിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. കഅബാലയത്തിന് മുന്നിലെ മൈതാനത്ത് ബിലാലിൻ്റെ പതാക താട്ടിയപ്പോൾ ബിലാലിനെ കാലുകൊണ്ട് ചവിട്ടുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളനാണെന്ന് പറയാനും നിർബന്ധിച്ചിരുന്ന അറബിയിലെ നേതാക്കന്മാർ ഓടി വന്ന് തങ്ങളുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കൈ പിടിച്ച് ബിലാലിൻ്റെ പതാകക്ക് കീഴിൽ വന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ യാചിക്കുമ്പോൾ അപ്പോൾ ബിലാലിൻ്റെ ഹൃദയവും ജീവനും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രത്തോളം സമർപ്പിക്കപ്പെട്ടിരിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കാം, ഈ കാഫിറുകളിൽ നിന്ന് ഞാൻ പ്രതികാരം വാങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു, വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ പ്രതികാരം ചെയ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ നെഞ്ചിൽ ആരുടെ കാലുകളാണോ പതിഞ്ഞത് അവരുടെ തലയെ എൻ്റെ കാൽക്കൽ താഴ്ത്തിയിരിക്കുന്നു. യൂസുഫിൻ്റെ പ്രതികാരത്തേക്കാൾ മഹത്തായിരുന്നു ഈ പ്രതികാരം. കാരണം യൂസുഫ് തൻ്റെ പിതാവിന് വേണ്ടി സഹോദരങ്ങൾക്കാണ് മാപ്പ് നൽകിയത്. ആർക്ക് വേണ്ടിയാണോ അദ്ദേഹം ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു. ആർക്കെതിരിലാണോ ചെയ്തത് അവർ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിരുന്നു. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രതി സഹോദരന്മാരെയും സഹോദരങ്ങളെയും ഒരു അടിമയുടെ ചെരുപ്പിൻ്റെ ബലത്തിൽ മാപ്പ് നൽകിയിരിക്കുന്നു. ഹദ്റത്ത് യൂസുഫിൻ്റെ പ്രതികാരം ഇതിനു മുമ്പിൽ എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? ബലഹീനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബാഹ്യവും യൗവനവും ഖുറൈശി നേതാക്കന്മാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആദരവും ബഹുമാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഇതിന് സമാനമായി ഒന്ന് വിവരിച്ചതുപോലെ ലോക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ഇതെന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. ഇതാണ് നമ്മുടെ നേതാവും അനുസരിക്കേണ്ടവനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരത്തിൻ്റെ മാതൃക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലം ഇന്നക ഹമീദും മജീദ്. ഇബ്നു ഹിഷാം എഴുതുന്നു, മക്ക വിജയത്തിൽ മുഹാജിറുകളുടെ മുദ്രാവാക്യം യാബനി അബ്ദുറഹ്മാൻ എന്നായിരുന്നു, അതായത് അബ്ദുറഹ്മാൻ്റെ മക്കളെ. ഖദ്റജിൻ്റെ മുദ്രാവാക്യം യാബനി അബ്ദില്ല എന്നായിരുന്നു, അതായത് അബ്ദുള്ളയുടെ മക്കളെ. ഔസിൻ്റെ മുദ്രാവാക്യം യാബനി ഉബൈദില്ല എന്നായിരുന്നു, അതായത് ഉബൈദുല്ലയുടെ മക്കളെ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറാഹിൻ്റെ മറ്റൊരു പേരായ അദാഖിറിൻ്റെ മലമ്പാതയിലെത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം ഇവിടെ നിന്നാണ് മക്കയിൽ പ്രവേശിച്ചത്. അപ്പോൾ അവിടുന്ന് വാളുകളുടെ തിളക്കം കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ യുദ്ധം ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിരുന്നില്ലേ? പറയപ്പെട്ടു. ഖാലിദുമായി ഏറ്റുമുട്ടലുണ്ടായി. അവർ വാൾ വീശി. ആദ്യം ശത്രുവാണ് ആക്രമിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, അള്ളാഹുവിൻ്റെ തീരുമാനം ഏറ്റവും നല്ലതാണ്. അതായത് അള്ളാഹു ഇന്ന് നിങ്ങൾക്ക് ശക്തിയുടെ ബലത്തിൽ കാഫിറുകളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശക്തിയുടെ ബലത്തിൽ മുസ്ലിങ്ങളെ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിങ്ങൾ തടയാൻ കഴിയില്ല. ഇത് അള്ളാഹിൻ്റെ മാറ്റമില്ലാത്ത തീരുമാനമാണ്. ആർക്കും ഇതിനെ തടുക്കാൻ കഴിയില്ല. മക്കയിൽ പ്രവേശിക്കുന്നതിൻ്റെ പ്രാഥമിക വിവരങ്ങളാണിവ. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത ഭാഗത്ത് നൽകുന്നതായിരിക്കും.
ഇനി നമസ്കാരത്തിന് ശേഷം ഒരു ജനാദ നമസ്കാരം ഉണ്ടായിരിക്കും. അവരുടെ പേര് മുക്കറമ അമീന ഷഹനാസ് സാഹിബയാണ്. അവർ കഴിഞ്ഞ ദിവസം 57 വയസ്സിൽ മരണപ്പെട്ടു. ലാഹോറിലെ മുക്കറം ഇനാമുല്ല സാഹിബിൻ്റെ ഭാര്യയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് വരുന്നത് അവരുടെ പിതാവ് മുക്കറം മുഹമ്മദ് ദീൻ സാഹിബിലൂടെയാണ്. അദ്ദേഹം 1934 15-ാമത്തെ വയസ്സിൽ കാദിയാനിൽ പോയി ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. മർഹൂമ അള്ളാഹുവിൻ്റെ ഫദ്ലിനാൽ മ്യൂസിയായിരുന്നു. ഭർത്താവിനെ കൂടാതെ ഒരു മകനും 4 പെൺകുട്ടികളുമാണ് അവർക്ക് ഉള്ളത്. അവരുടെ മകൻ മുക്കറം വജിഹുല്ല സാഹിബ് മുബല്ലിഗാണ്. അദ്ദേഹം സെനിഗാളിൽ സേവനമനുഷ്ഠിക്കുന്നു. കർമ്മ രംഗത്തായതിനാൽ ജമാഅത്തിലായതിനാൽ അദ്ദേഹത്തിന് തൻ്റെ മാതാവിൻ്റെ ജനാസയിലും കബറടക്കത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ മകൻ അതായത് മുറബി വജിഹുല്ല സാഹിബ് എഴുതുന്നു, എൻ്റെ ഉമ്മ വളരെ നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു. നമസ്കാരം, നോമ്പ് എന്നിവയിൽ നിഷ്ഠയുള്ളവരും ഖുർആൻ പതിവായി പാരായണം ചെയ്യുന്നവരുമായിരുന്നു. കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഖിലാഫത്ത് അഹമ്മദിയയോട് അവർക്ക് വളരെ സ്നേഹമായിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സന്തോഷങ്ങളോ ഉണ്ടായാൽ ഖലീഫ വക്തിന് കത്തെഴുതാൻ അവർ എന്നോട് പറയുമായിരുന്നു. അതിഥികളെ സന്തോഷിപ്പിക്കുകയും തൻ്റെ കഴിവിനേക്കാളും കൂടുതൽ അവർക്ക് സേവനം ചെയ്യുകയും ചെയ്തിരുന്നു. അഹമ്മദികളല്ലാത്ത അയൽക്കാരുമായി പോലും സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. ചില അയൽക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അവരോട് അയൽക്കാർ എന്ന നിലയിൽ തൻ്റെ കടമകൾ അവർ എപ്പോഴും നിർവഹിച്ചിരുന്നു. അവരുടെ ഭർത്താവ് ഇനാമുല്ല സാഹിബ് പറയുന്നു, ഞാൻ അവരോടൊപ്പം വളരെ നല്ല ജീവിതം നയിച്ചു. ജീവിതകാലം മുഴുവൻ ജമാഅത്തിൻ്റെ സേവനം ചെയ്യാൻ സാധിച്ചപ്പോഴൊക്കെ അവർ എൻ്റെ പൂർണ്ണ പിന്തുണ നൽകി. ജമാഅത്തിൻ്റെ കാര്യത്തിന് വേണ്ടി രാത്രിയോ പകലോ വീട്ടിൽ നിന്നും പുറത്ത് നിൽക്കേണ്ടി വന്നാൽ പോലും അവർ ഒരിക്കലും പരാതിപ്പെട്ടില്ല. അവർ വളരെ നല്ല അതിഥി പ്രിയരായിരുന്നു. മരണത്തിൽ ഒരു മാസം മുമ്പ് പോലും ഏകദേശം 22 ജമാഅത്ത് അതിഥികൾക്ക് അവർ സ്വന്തമായി ഭക്ഷണം നൽകുകയുണ്ടായി. ദരിദ്രരെ അവർ കഴിയുന്നത്ര സഹായിച്ചിരുന്നു. ചന്തകൾ നൽകുന്നതിൽ തൻ്റെ മർഹൂമിങ്ങളുടെ പേരിൽ ചന്ത നൽകിയിരുന്നു. കുട്ടികളെ മികച്ച രീതിയിൽ വളർത്താൻ അവർ ശ്രമിച്ചു. ദീർഘകാലം അവർ തൻ്റെ ഹൽക്കയിലെ സെക്രട്ടറി മാലായി സേവനമനുഷ്ഠിച്ചു. മരണസമയത്തും അവർ ഇതേ സേവനത്തിൽ തന്നെയായിരുന്നു. അവരുടെ മൂത്ത സഹോദരൻ പറയുന്നു, എൻ്റെ സഹോദരി സ്നേഹമുള്ളവരും എല്ലാവരോടും വാത്സല്യം കാണിക്കുന്നവരുമായിരുന്നു. ചെറുപ്പം മുതൽ 5 നേര നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും തഹജ്ജുദ് നമസ്കരിക്കുന്നവരും ഖിലാഫത്തിനോട് വലിയ സ്നേഹം കാണിക്കുന്നവരുമായിരുന്നു. പതിവായി ഖുർആൻ പാരായണം ചെയ്യുകയും കുട്ടികളോടും കുടുംബത്തിലെ മറ്റു കുട്ടികളുടെയും വീടുകളിൽ പോവുകയും അവരെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാനും പാരായണം ചെയ്യാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഉപദേശിക്കുമായിരുന്നു. ജമാഅത്തിൽ ഇല്ലാത്തവരുമായി പോലും അവർക്ക് നല്ല ബന്ധമായിരുന്നു. ഒരു അഹമ്മദി അല്ലാത്ത അയൽക്കാരി പറയുന്നു, എനിക്ക് അവരുമായി 20 വർഷത്തെ ബന്ധമുണ്ടായിരുന്നു. അവർ എന്നോട് സഹോദരിയെ പോലെയാണ് പെരുമാറിയിരുന്നത്. എൻ്റെ കുട്ടികളോടൊരു അമ്മയെപ്പോലെയായിരുന്നു അവർ പെരുമാറിയിരുന്നത്. എൻ്റെ കുട്ടികൾ അവരെ ഉമ്മീജി എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളിലും അവർ എനിക്ക് മികച്ച ഉപദേശം നൽകിയിരുന്നു. മാന്യരായ അഹമ്മദികളില്ലാത്തവരുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു. അവർ അതിനെ വിലമതിക്കുകയും ചെയ്തിരുന്നു. സദർ റച്ന ടൗൺ പറയുന്നു, മർഹൂമയുടെ മരണത്തോടെ ഞങ്ങളുടെ മജ്ലിസിൽ നിന്ന് വളരെ ആത്മാർത്ഥതയുള്ളതും ജമാഅത്ത് വ്യവസ്ഥയോട് കൂറുള്ളതുമായ ഒരു ലജ്നയാണ് പോയത്. ഏകദേശം 20 വർഷത്തോളം അവർ സെക്രട്ടറിമാരായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. വളരെ ആത്മാർത്ഥതയോടെയാണ് അവർ സേവനമനുഷ്ഠിച്ചത്. ജമാഅത്ത് പരിപാടികളിൽ അവർ സ്വയം മുന്നോട്ട് വന്നിരുന്നു. സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നെങ്കിലും ആരെയും വെറും കൈയോടെ അവർ തിരിച്ചുവിടില്ല. വേനൽക്കാലത്ത് എല്ലാ വ്യാഴാഴ്ചയും അവർ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നും മറ്റു പെൺകുട്ടികളും മക്കളും എല്ലാം എഴുതിയിട്ടുണ്ട്. അവരുടെ വീട്ടിൽ ഏതെങ്കിലും പരിപാടി വെച്ചിരുന്നാൽ അവർ തുറന്ന മനസ്സോടെ അത് സ്വീകരിക്കുകയും അതിഥികളെ നന്നായി സൽക്കരിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹ് അവരുടെ മഗ്ഫിറത്തും കരുണയും കാണിക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവരുടെ മകനായ മുറബി കർമ്മരംഗത്തായതിനാൽ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമയും ധൈര്യവും നൽകട്ടെ. ആ കുട്ടികൾക്കെല്ലാം അവരുടെ പ്രാർത്ഥനകളുടെ അവകാശികളാക്കുകയും ചെയ്യട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.